ഇവിടെ ദേവനഹള്ളി കോട്ടയിൽ വന്നേണ്. ഇവിടെ കാണാൻ നല്ല രസമുണ്ട്. എല്ലാം കാണുന്നതെല്ലാം പുതിയതായിട്ടുള്ള ഒരു കാഴ്ചകളാണ്. ഓരോ കാഴ്ചകൾ കാണുമ്പോഴും ഓരോ അത്ഭുതങ്ങൾ പോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു ഷോർട്സില് പറഞ്ഞ പോലെ ദാണ്ടെ ഒരു ഹോള് ആണ്ടെ 4 ഹോളുണ്ട്. ഇതിലീ കൂടെ അമ്പെയ്യുന്നയാണോ കുന്തം എറിയുന്നയാണോന്ന് എനിക്കറിയത്തില്ല. ഇത് എല്ലാം ഞാൻ ആദ്യായിട്ടാണ് കാണുന്നെ. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണുന്ന ആദ്യായിട്ടാണ്. ഇപ്പഴാണ് ശരിക്കും ഞാൻ ഒരു നാടോടിനെ പോലെ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ നാടുകളും കണ്ട്. ഏഹ് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നൊരു പ്രശ്നമല്ല. പക്ഷേ ഇതേപോലെ ഓരോ സ്ഥലങ്ങളും കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോണതൊരു ഒരു ഭാഗ്യം തന്നെയാണ്. എല്ലാം ഇങ്ങനെ കണ്ടിങ്ങനെ പോവാണ്. ദാണ്ടെ ഇതിന്റെ അകത്ത് കേറി നിക്കാൻ പറ്റും കേട്ടോ. അത് എന്തിനാണ് സംഭവംന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു പടയാളികൾക്ക് ആഹ് ഒളിച്ചിരിന്ന് ആക്രമിക്കാൻ പറ്റിയ സ്ഥലം വല്ലോം ആണോന്ന് എനിക്കറിയത്തില്ല. ഇത് ഇവിടുന്നിങ്ങനെ ഇതൊക്കെയാണ് കാഴ്ചകള്. എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവില്ലാത്തോണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതില് ചിലതൊക്കെ ഉള്ളതായിരിക്കാം. അതും എനിക്ക് ഉറപ്പൊന്നുമില്ല. ഇതിപ്പം എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് എന്താണ് ഞാൻ അതാണ് പറയുന്നത്. ഇതിന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വേണം പറഞ്ഞ് തന്ന് മുന്നോട്ട് കൊണ്ടുപോവാൻ. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും അറിയത്തില്ല. ഇതൊക്കെ എനിക്ക് പുതുതായിട്ട് പണിഞ്ഞതാണെന്ന് തോന്നുന്നു. അതോ പഴയത് തന്നെയാണോന്നും അറിയത്തില്ല. ഉം. പുതിയത് കണക്കെ ഇരിക്കുന്നു. അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാരും അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. എല്ലാരും ഇവിടെ ഫോട്ടോസൊക്കെ എടുത്ത് മുന്നോട്ട് പോവാണ്. ഇതൊക്കെ പണിഞ്ഞവനെ സമ്മതിക്കണം കേട്ടാ. ഇതൊക്കെ ഒരു കഴിവ് തന്നെയാണ്. ഇതിന്റെ അകത്ത് ആരൊക്കെ മൂത്രം ഒഴിച്ചൊക്കെ വെച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് കയറട്ടെ. ഇപ്പുറത്തും വല്ല കയറി ഞാൻ ഇവിടുന്ന് ഇതിൻ്റെ അകത്തുനിന്ന് കയറി വെക്കട്ടെ. ഓ ഇതാണ് കേട്ടാ സംഭവം കേട്ടോ. ഇതിൻ്റെ അകത്തും ഇതണക്ക് തന്നെ. ഇത് ഒളിഞ്ഞിരുന്ന് കുന്തോറിയുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയാൻ വയ്യ. ഇതുവഴി വെളിയിലോട്ട് കാണാൻ പറ്റും. വെളിയിൽ നിന്ന് ശത്രുക്കൾ വരുമ്പോൾ അങ്ങോട്ട് കുന്തോറിയുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എനിക്ക് ഒന്ന് പിന്നെ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലായിടത്തും കണ്ട പല പല പൊസിഷനിലാണ് കുന്തോറിയുന്നത്. കുന്തമല്ല മറ്റേ അമ്പ്. ഇതൊക്കെ അമ്പിൻ്റെ ആണെന്ന്. ഇത് ചെറുതാണെന്ന്. അമ്പും കുന്തമല്ല അറിയുന്നു തോന്നുന്നു. അപ്പോൾ ഇവിടെ പല പല പൊസിഷനിലായിട്ടാണ് ഇരിക്കുന്നത്. ആണ്ടെ പക്ഷേ പണ്ടുള്ളവരെ സമ്മതിക്കണം കേട്ടാ. കഴിവ് തന്നെ. ഇതുപോലൊരു ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അതും കറക്റ്റ് എല്ലാം കറക്റ്റായിട്ട് എല്ലാത്തിനും ഒരു കൃത്യനിഷ്ഠയോട് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കഴിവ് തന്നെയാണ്. ആണ്ടെ ഇവിടെ കുറച്ച് മുന്നേ ഒരു ഓന്തിനെ കണ്ടായിരുന്നു. ഒരു വലിയൊരു ഓന്തായിരുന്നു. അത് എവിടെ പോയെന്നറിയാൻ വയ്യ. അതിനെ തപ്പി ഇറങ്ങിയതാണ്. അതുകൊണ്ട് ഇവിടെ അതിൻ്റെ മുകളിലൊരു കോട്ട. ഇത് കഴിവ് തന്നെയല്ലേ. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു കഴിവ് തന്നെയാണ്. അതുകൊണ്ട് എല്ലാ സൈഡിലും ഉണ്ട്. 4 സൈഡിലും ആൾക്കാർ. ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സ്റ്റെപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങോട്ട് ആൾക്കാർ നടന്നു പോകണം. പക്ഷേ കയറാൻ പറ്റൂല എന്നുള്ളൊരു പിടുത്തമൊന്നുമില്ല. എന്തായാലും മുന്നോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അറിയാം. ഇവിടെ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഗുഹ പോലൊരു സംഭവം, ഒരു കവാടം പോലെയാണ്. അപ്പോൾ അത് നേരെ അകത്തോട്ട് കയറി പോകണം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ അകത്തോട്ട് കയറി പോകാനുള്ളതാണ്.